വാട്സാപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുക്കുന്ന സംവിധാനം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് വാട്സാപ്പിൽ ദിവസവും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. എല്ലാ സമയത്തും നമുക്ക് അതിൻ്റെതായ രൂപത്തിൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷേ നമുക്ക് മെസ്സേജ് അയച്ച ആളുകൾ ഇത്ര നേരമായിട്ടും അവർക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തുകൊണ്ട് റിപ്ലൈ തന്നില്ല? അവൻ ഭയങ്കര ആളായിപ്പോയി, ഒരുപാട് തിരക്കുള്ള മനുഷ്യനായി പോയി, നമ്മുടെ ബിസിയോ അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളോ ഒന്നും തന്നെ അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്ന ഒരു സംവിധാനം വാട്സാപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വാട്സാപ്പിൽ നിലവിൽ ഇതിനായിട്ട് ഒരു സംവിധാനം ഇല്ല. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചേ പറ്റൂ. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ടാകും. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. അവിടെ താഴെ ഡൗൺലോഡ് ആപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ മുകളിൽ തന്നെ ഓട്ടോ റിപ്ലൈ ഓഫ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പെർമിഷൻ ചോദിക്കും. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ തന്നെ കാണാൻ സാധിക്കും. അവിടെ ഓഫിലാണുള്ളത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക, നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഇത്രേ ചെയ്യേണ്ടൂ, അത് ഓണിലാണ്. പിന്നെ ഇവരായിട്ട് തന്ന കുറച്ച് റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു റിപ്ലൈ ഇവിടെ പെന്നിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണുന്നത് മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് ഐ ആം ബിസി എന്നാണ്. ഓക്കെ, തൽക്കാലം ഞാൻ അത്ര എഴുതിയിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ പരസ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ശല്യപ്പെടുന്ന പരസ്യങ്ങളൊന്നും തന്നെ വരില്ല. ഓക്കെ, അവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് മറ്റൊരു മൊബൈലിൽ ഈ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വേറൊരു മൊബൈൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള വാട്സാപ്പിലേക്ക് ഞാനൊന്ന് മെസ്സേജ് അയക്കാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം ആ ഒരു വ്യക്തിയെ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു മെസ്സേജ് അയക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഹായ് വിടുകയാണ്. ഹായ് അയച്ചു. അവർക്കത് റിസീവ് ആകുന്നുണ്ടോ നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. റിസീവ് ആയിട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ടിക്ക് മാർക്ക് വന്നിട്ടില്ല. ഡബിൾ ടിക്ക് മാർക്ക് വന്നു. ഉടനെ തന്നെ എനിക്ക് റിപ്ലൈയും വന്നു. ഐ ആം ബിസി. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച അതേ മെസ്സേജ് ഇവിടെ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടോ നിങ്ങൾ ഓട്ടോ റിപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് ആവശ്യം ഇല്ല എങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ ഇത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ നിന്നും നമുക്ക് റിപ്ലൈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇവിടെ മുകളിൽ റിപ്ലൈ ഹെഡർ എന്ന ഭാഗം ഓണിലാണ് ഉണ്ടാകുക. അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇനിയൊരു മെസ്സേജ് നമുക്കൊന്ന് അയച്ചു നോക്കാം. ഇതേ വാട്സാപ്പിൽ ഒരു മെസ്സേജും കൂടി നമുക്ക് അയച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് റിപ്ലൈ വരുന്നത് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ വീണ്ടും അതേ മൊബൈൽ നേരത്തെ അയച്ച ആ റിപ്ലൈ ഒക്കെ ഇവിടെ ഉണ്ട്. ഹായ് തന്നെ വിടുകയാണ്. ഇപ്പോൾ ഹായ് അയച്ചു. അവർക്ക് റിസീവ് ആയിട്ടില്ല. ഡബിൾ ടിക്ക് മാർക്ക് വന്നു. ഉടനെ തന്നെ കണ്ടോ ഐ ആം ബിസി എന്ന് വന്നു. നേരത്തെ കണ്ട ഓട്ടോ റിപ്ലൈ ഇതിലില്ല. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കാര്യവും വാട്സാപ്പിൽ സെറ്റ് ചെയ്തിട്ട് ഓട്ടോ റിപ്ലൈ ആയിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വാട്സാപ്പിൽ ഓട്ടോ റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.